വളരെ വർഷങ്ങളായി ഒരു കിണറ്റിൽ ഒറ്റയ്ക്കൊരു തവള നീന്തി തുടിച്ച് സുഖമായി താമസിക്കുകയാണ്. ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി മറ്റൊരു തവള എങ്ങനെയോ ആ കിണറ്റിൽ ചാടുവാനിടയായി. കിണറ്റിൽ കിടന്ന പഴയ തവള തൻ്റെ അതിഥിയോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? അവൻ പറഞ്ഞു, ഞാൻ അങ്ങ് കടലിൽ നിന്നാണ്. അതിൽ നിന്ന് ചാടി പുറത്തു വന്ന് ഇതുവഴി യാത്ര ചെയ്തപ്പോൾ ഞാൻ ഇതിനകത്ത് പെട്ടുപോയതാണ്. ഇത്രയും നാളും ഞാൻ ജീവിച്ചത് ആ കടലിലാണ് എന്ന പുതിയ കൂട്ടുകാരൻ പറഞ്ഞു. അപ്പോൾ പഴയ തവള ചോദിക്കുകയാണേ, എങ്ങനെയുണ്ട് കടൽ? എൻ്റെ കിണറ്റിൻ്റെ അത്രയും വലിപ്പം വരുമോ? കിണറ്റിലെ തവള ചോദിച്ചു. എന്നാൽ വിരുന്നുകാരൻ തവള ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താരതമ്യങ്ങൾക്കപ്പുറത്താണ് കടലിലെ ഓരോ കാഴ്ചയും. കടലിനെ കുറിച്ചുള്ള കഥയെല്ലാം കേട്ട ശേഷം പഴയ ആ തവള ആത്മഗതം പൂണ്ടു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നുണയാണ് നീ പറയുന്നത്. നീ വലിയൊരു നുണയനാണ്, വിവരമില്ലാത്തവൻ എന്നൊക്കെ അതിനെ പരിഹസിച്ചു. കിണറ്റിലുള്ളവനോട് കടലിനെക്കുറിച്ച് എന്തു പറയാനാണ്? എങ്ങനെ പറയാനാണ്? സ്വന്തമായി കുഴിച്ച കിണറിൻ്റെ സുഖശീതളമയിലും സുരക്ഷിതത്വത്തിലും കഴിയുന്നവർക്ക് എപ്പോഴും പരിമിതികൾ മാത്രമേ ഉണ്ടാകൂ. ഉയർച്ചയിലും താഴ്ചയിലും വിസ്തൃതിയിലും ഒക്കെ അതുമാത്രമേ പറയുവാൻ പറ്റൂ. ഒരു ലോകം, സ്ഥിരം ഒരേ ഭക്ഷണം, ചലനരീതി പോലും മാറ്റമില്ലാത്തതാണ്. പിന്നെ എന്തിനാണ് മറ്റൊരു ലോകത്തെക്കുറിച്ചും അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്? ഇരുട്ടിൽ ഇടപഴകിയവർക്ക് വെളിച്ചമെന്നും കാഴ്ചയെ അസ്വസ്ഥമാക്കുന്ന പ്രതിഭാസം മാത്രമാകും. കുഴിയിൽ നിന്ന് പുറത്തു വരാത്ത ഒരാൾക്കും അരുവിയെ ഉപേക്ഷിക്കാത്ത ഒരാൾക്കും കായലിനെയും കായലിൽ നിന്ന് കുതിച്ചു ചാടാത്ത ഒരാൾക്കും കടലിനെയും അറിയാനോ ആസ്വദിക്കുവാനോ അതിൽ നീന്തുവാനോ സാധിക്കയില്ല. താൻ തീർത്ത ലോകവും താൻ ജീവിക്കുന്ന സാഹചര്യവുമാണ് ഏറ്റവും വലിയതെന്നും ശ്രേഷ്ഠമെന്നും വിശ്വസിക്കുന്നവരിൽ നിന്നാണ് മൂഢരും ദൂരക്കാഴ്ചയില്ലാത്തവരും രൂപപ്പെടുന്നത്. സ്വന്തം സാമ്രാജ്യത്തിന് പുറത്തുള്ള കാഴ്ചകൾ കാണാനും നാനത്വത്തെ അംഗീകരിക്കാനും ശ്രമിച്ചിരുന്നെങ്കിൽ പല കരിങ്കൽ കോട്ടകളും ശവക്കോട്ടകളായി മാറുമായിരുന്നേനെ. അറിവില്ലാത്തവരെക്കുറിച്ച് പറഞ്ഞു തരുന്നവരെ വിശാല മനസ്സുക്കൾ എന്ന് ഗുരു എന്നും ദുഷേക ദൃക്കുകൾ നുണയനെന്നും വിളിക്കും. പ്രിയരെ, വമ്പു പറയുന്നവർ, പൊങ്ങച്ചം പറയുന്നവർ, ഞാനാണ് വലുത്, ഞാനാണെല്ലാം എന്ന് പറയുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇത് പറഞ്ഞിട്ട് എന്ത് നേട്ടമാണ്? മറ്റുള്ളവരെ അംഗീകരിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും സമൂഹം പഠിക്കണം. തന്നെത്താൻ പുകഴ്ത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്നാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തോട് പറഞ്ഞത്. അത് നമുക്കോർക്കാം. അങ്ങനെയായിത്തീരാം. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ആ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ താഴ്ത്തിയേൽപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.